എല്ലാ മലയാളികളും ഉറ്റുനോക്കുന്ന 25 കോടിയുടെ തിരുവോണം ബമ്പർ എറണാകുളം നെട്ടൂരിൽ വിട്ട ടിക്കറ്റിനാണ്. TH577825 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. ആറ്റിങ്ങൽ ഭഗവതി ഏജൻസിയുടെ വൈറ്റിലയിലെ വിൽപ്പനശാലയിൽ നിന്നും നെട്ടൂരിലെ ഏജന്റ് ലതീഷാണ് ഈ ടിക്കറ്റ് വിറ്റത്. ഇപ്പൊ 3 മാസം മുമ്പ് 1 കോടി അടിച്ചാണ്. ഞാൻ 1 കൊല്ലം തൊട്ടിട്ട് ടിക്കറ്റ് കച്ചവടം തുടങ്ങിയിട്ട് ഇപ്പൊ ബമ്പർ അടിച്ച് പറ്റടിച്ചടാ. ഇപ്പൊ ഇത് പഠിച്ചു. അത് എടുത്തവന്റെ ഭാഗ്യവും വിറ്റവന്റെ ഭാഗ്യവും കൂടി ചേർന്നപ്പോ അതൊരു മഹാഭാഗ്യമായി മാറി. എന്തായാലും ഞാൻ 100% സന്തോഷവാനാണ്. ഇത്രയും കാശ് കിട്ടുമ്പോ സന്തോഷവാനാകാതിരിക്കണേ എങ്ങനെ? അതിലും സന്തോഷവാനാണ്. 2.5 കോടി രൂപ കിട്ടും. നേരത്തെ ഒരു 1 കോടി രൂപയുടെ പ്രൈസ് മണിയും അടിച്ചു. ലതീഷ് എന്ന് പറയുന്ന ഏജന്റ് ഒരു ഭാഗ്യ ഏജന്റായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പറ്റില്ല സന്തോഷവാനാണെന്നുള്ള കാര്യം. ഞാൻ 100% സന്തോഷവാനാണ്. ഞാൻ എനിക്കും ചെറിയൊരു ലോട്ടറിയിൽ അടിച്ചത്. ചെറിയ ലോട്ടറിയല്ല, വലിയ ലോട്ടറിയല്ല എനിക്കും അടിച്ചത്. അപ്പോൾ ഞാനും സന്തോഷവാനാണ്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രനാണ് ചേരുന്നത്. ആജ്ഞ, എന്തായാലും വലിയ സന്തോഷത്തിലാണ് ലതീഷ് ഉള്ളത്. പക്ഷേ അത് ആർക്കാണ് വിറ്റത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ആകാംക്ഷ തുടരുകയാണ് അല്ലേ? ഇപ്പോഴും ആകാംക്ഷ തുടരുന്നു. ഇവിടെ വലിയ മധുര വിതരണമൊക്കെയാണ്. ഞാനും ശ്യാമൊക്കെ മധുരം കഴിച്ച് മടുത്തു. കാരണം ഭഗവതി ലോട്ടറിയിൽ നിന്ന് അവിടെ ഈ അവരുടെ ഏജൻസി എന്നുള്ള നിലയിൽ മധുര വിതരണം, ഇവിടെ അത് തന്നെ ആൾക്കൂട്ടം വലുതാണ്. അദ്ദേഹത്തിനോട് സന്തോഷം പങ്കിടാൻ വന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള്, അതുപോലെ പരിചയക്കാരും നാട്ടുകാരും ഒക്കെ ഇവിടെയുണ്ട്. എന്തായാലും കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 1 കോടി രൂപയുടെ ഒരു ടിക്കറ്റ് അദ്ദേഹത്തിന് അടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഓണം ബമ്പർ. അത് അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു സാധാരണക്കാരന് ആയുസ്സിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ തുക തന്നെയാണ്. അത്ര ഒരുപക്ഷെ ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ടാൽ പോലും ഇത്രയും വലിയ തുക അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നില്ല. അദ്ദേഹവും അതായത് 22 കോടിപതികളാണ് ഈ ഓണം ബമ്പറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഒന്നാം സമ്മാനമായ 15.75 ലക്ഷമാണ് അദ്ദേഹത്തിന് കിട്ടുക. ഒന്നാം സമ്മാനാർഹൻ, അതുപോലെ തന്നെ ബാക്കി 1 കോടി രൂപ വീതമുള്ള 20 സമ്മാനം, അതുപോലെ ഈ ഏജന്റ് ലഭിക്കുന്ന 2.5 കോടി, ഈ തുകയാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത്. അതായത് 22 കോടീശ്വരന്മാരാണ് ഈ ഓണം ബമ്പറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിന് തന്നെ സംസ്ഥാനം ഉണ്ടാക്കിയ 22 കോടീശ്വരന്മാരെയാണ് എന്ന് വേണം പറയാൻ. എന്തായാലും ഈ നെട്ടൂര് അതല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള കുണ്ടന്നൂര്, ഈ സ്ഥലത്തിൽ എവിടെയുള്ള ഒരാളാണ് ഭാഗ്യശാലി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് അല്പം മുമ്പ് പറഞ്ഞത്. അദ്ദേഹം ലതീഷ് പറഞ്ഞതനുസരിച്ച് അങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ താമസമില്ലാതെ ഭാഗ്യശാലി ആരാണെന്ന് നമുക്കറിയാം. അധികം കാത്തിരിപ്പില്ലാതെ തന്നെ അറിയാൻ കഴിയുമെന്നാണ്. എന്തായാലും വലിയ ഒരു സന്തോഷമാണ് ലതീഷിനുള്ളത്. നേരത്തെയും അദ്ദേഹം ഇവിടെ ഈ കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ കച്ചവടം ചെയ്യുന്ന ഒരു ആളായിട്ടാണ് അദ്ദേഹം. ഒരു കടയൊക്കെ അദ്ദേഹം അങ്ങനെയാണ് തുടങ്ങുന്നത്. 17 വർഷം മുൻപ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, 25 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അങ്ങനെയാണ് പറഞ്ഞത്. അതിനുശേഷം ഈ വളരെ അടുത്ത കാലത്താണ് അദ്ദേഹം ലോട്ടറി വിൽപ്പനയിലേക്ക് തിരിഞ്ഞത്, ലോട്ടറി ഏജന്റായിട്ട് തിരിഞ്ഞത് ഈ വളരെ അടുത്ത കാലത്താണ്. ഈ 2 തവണ, അതായത് നേരത്തെ 1 കോടി രൂപ അടിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അത് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. ഇന്ന് രാവിലെയും അദ്ദേഹം ആംബിയൻസ് ഇവിടെ ഉണ്ടാക്കിയിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. പുതിയ വസ്ത്രമൊക്കെ ഇട്ട് വന്ന ചെണ്ടക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മധുര വിതരണത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തോളൂ, മധുരം അതായത് ജിലേബി വേണ്ട, പപ്സ് മതി എന്നുള്ള തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ, സജ്ജീകരണങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു എന്നാണ് സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തെ നമ്മളോട് പറയുന്നത്. അങ്ങനെയാണ്. എന്തായാലും അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ 2 തവണയും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് തന്നെ ലോട്ടറി ലഭിക്കുന്ന സാഹചര്യമാണുള്ളത്. അശ്വിനി, ശരി ആജ്ഞ, എന്തായാലും ആജ്ഞ അവിടെ തന്നെ ഉണ്ട് എന്നറിയാം. ഞങ്ങളുടെ ടീം അവിടെ തന്നെ ഉണ്ട്. എന്തായാലും ലതീഷ്, നെട്ടൂരിലെ സബ് ഏജന്റായ ലതീഷ് വിറ്റ ആ ടിക്കറ്റ്, 25 കോടി ഭാഗ്യസമ്മാനം ലഭിച്ച ആ ടിക്കറ്റ് ആർക്കാണ് വിറ്റത് എന്ന് വരും മണിക്കൂറിൽ നമുക്കറിയാം. അപ്പോഴേക്ക് ആജ്ഞയിലേക്ക് ഞങ്ങൾ എത്താം. എന്തായാലും ഞങ്ങളുടെ അതിഥിയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇന്ന് ഒരു കൊച്ചുമിടുക്കിയാണ്.